ലെനയുടെ ഇൻ്റർവ്യൂ ആണ് വിഷയം. അപ്പോൾ ഈ ലെനയുടെ ഇൻ്റർവ്യൂവിനെ പറ്റി പറയുകയാണെങ്കിൽ, ഈ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞാൽ, ഈ ലെന എന്ന് പറഞ്ഞ പുള്ളിക്കാരനെ പറ്റി എനിക്ക് അത്യാവശ്യം റെസ്പെക്റ്റൊക്കെ ഉള്ള ഒരാളായിരുന്നു ഈ ലെന എന്ന് പറയുന്നത്. കാര്യം ആ പുള്ളിക്കാരിയുടെ മറ്റേ ഡിവോഴ്സിൻ്റെ ഒരു കേസൊക്കെ ഉണ്ടായില്ലേ, കാര്യം ഹസ്ബൻഡായിട്ട് ഡിവോഴ്സ് ചെയ്തിട്ട് ഭയങ്കര കമ്പനിയായിട്ട് ഇരുന്നൊരു സംഭവം. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഞാൻ ഈ പുള്ളിക്കാരനെ ഭയങ്കര സപ്പോർട്ടീവായിട്ടായിരുന്നു എൻ്റെ മെൻറ്റാലിറ്റിയൊക്കെ. പക്ഷേ ഈ ഒരു ഇൻ്റർവ്യൂവിനകത്ത് പറഞ്ഞ കാര്യം ഒരു രീതിക്കും എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് പുള്ളിക്കാരി ഈ ഇൻ്റർവ്യൂവിനകത്ത് പറയണത്. അപ്പോൾ നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് പോവാം. എന്നിട്ട് കാര്യം ഇത് ഇത്തിരി ലോങ് വീഡിയോ ആണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ വീഡിയോയിലേക്ക് ഡയറക്റ്റ് പോവാം. ഓക്കെ. Because I've reached a stage in my life where I really don't feel like a person. I do not identify with Lena. I have in psychology this would be called a disorder. It would be called some identity disorder. But in spirituality, I think this is a good place to be at, where I'm just purpose driven right now, and the purpose is a very non-personal purpose. It's like the why am I, as in the book. When we get to that, we'll talk about it. ഇവിടെ ഈ പുള്ളിക്കാരി സംസാരിക്കണമെന്ന് പറഞ്ഞാൽ ആരാണ് ഞാൻ എന്നുള്ള രീതിക്കൊക്കെയാണ് ഈ പുള്ളിക്കാരി ഇപ്പോൾ ഇവിടെ സംസാരിക്കുന്നത്. അതായത് ലെന എന്ന് പറഞ്ഞാൽ ആ പുള്ളിക്കാരിക്ക് പുള്ളിക്കാരനെ തന്നെ അറിയാൻ പറ്റാത്തൊരു രീതിക്കുള്ള ഒരു അവസ്ഥ, അങ്ങനത്തെ കുറേ നമ്മൾ ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ് ആണ് പുള്ളിക്കാരി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് ഇതൊക്കെ പുള്ളിക്കാരിയുടെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകണമെന്ന് ഇത് നമുക്ക് ബാക്കിയാക്കാം. എന്നിട്ട് നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് പറയാം. ഓക്കെ. In the very first chapter, I talk about an experience on mushrooms in Kodaikanal. So I ate mushrooms. They're called psilocybins technically, and I was 23 years old. Like, youngsters today are, I think more than 60% of today's population is experimenting with all these kinds of things, but 20 years ago it was very rare. And now the research, if you check, just go and look at a couple of TEDx talks and research on modern psychiatric medication. It's all coming from actually using psychedelics to create mental health medication. The clinical studies have been confirmed, and it really creates lasting change, unlike the allopathic psychiatric medication. അപ്പോൾ ഇവിടെ ഈ പുള്ളിക്കാരി പറയണത്, ഈ പുള്ളിക്കാരി 23-ാമത്തെ വയസ്സിനകത്ത് മഷ്റൂം, അതായത് മാജിക് മഷ്റൂം എന്ന് പറഞ്ഞ സംഭവം കഴിച്ചിട്ടുണ്ട് എന്നാണ് ഈ പുള്ളിക്കാരി പറയുന്നത്. അപ്പോൾ ഈ സാധനം ലീഗലാണോ എന്ന് എനിക്കൊരു സംശയമുള്ളൊരു കേസാണ് ഈ മാജിക് മഷ്റൂമിൻ്റെ കേസ്. എനിക്ക് അതിനെപ്പറ്റി അറിഞ്ഞുകൂടാ. മാജിക് മഷ്റൂം ഇല്ലീഗലാണെന്നാണ് എനിക്ക് തോന്നണത്. ഇനി ലീഗലാണെങ്കിൽ അതൊന്നും എന്നെ കറക്റ്റ് ചെയ്യുക. അപ്പോൾ ഇല്ലീഗലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു മാജിക് മഷ്റൂം കഴിച്ച കാര്യമൊക്കെ ഈ പറയുന്നത് എന്തൊക്കെ പറഞ്ഞാലും അതൊരു ഡ്രഗാണ്. അപ്പോൾ ഈ ഒരു ഡ്രഗ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ആയിട്ടുള്ള സംഭവമാണ്, പക്ഷെ എന്നാലും അതൊരു കാര്യം നമ്മൾ ട്രാൻസ് മൂഡിനകത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു സംഭവമാണ് ഈ മാജിക് മഷ്റൂം എന്ന് പറഞ്ഞാൽ. ഞാൻ കഴിച്ചിട്ടില്ല, അത് വേറെ കാര്യം. ഞാൻ കഴിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ കഴിച്ചിട്ടില്ല. ഈ പുള്ളിക്കാരി കഴിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഈ പുള്ളിക്കാരി കഴിച്ചത് മാത്രമല്ല, അതിനെ ഒരുമാതിരി സപ്പോർട്ട് ചെയ്ത് പറയണമല്ല, അതായത് എല്ലാവരും ഇത് കഴിക്കണം എന്നുള്ള രീതിക്ക് പറയണ പോലെയൊക്കെയാണ് ഈ ഇൻ്റർവ്യൂവിൽ ബാക്കി വരുന്നത്. അപ്പോൾ നമുക്കിനി ബാക്കി കാണാം, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. ഓക്കെ. I was already a clinical psychologist when I experimented with psychedelics. These are very divine tools that grow in nature, and you can't play with them. This self-realization experience is not because I did whatever substance I used. It was because I meditated on top of it. So being a clinical psychologist, it was a clinical trial that I did on myself. അല്ലാതെ ഇത് തമാശക്കളിയല്ല. ഇപ്പോഴത്തെ കുറേ യങ്സ്റ്റേഴ്സ് തമാശക്കളിയായിട്ട് എടുത്തിട്ട് പിന്നെ അവർക്ക് നമ്മുടെ കൺട്രോളിൽ നിൽക്കില്ല. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. സ്പേസ് ക്രാഫ്റ്റിൽ കയറുന്ന പോലെയാണ്. സോ സ്പേസ് ക്രാഫ്റ്റ് യൂസ് ചെയ്യാനുള്ള ലൈസൻസ് ഉള്ളവർ, ഇഫ് ദേ ട്രെയിൻ യു ടു ഗോ ഓൺ ഇറ്റ്, ഇറ്റ്സ് ഓക്കെ. സോ ദാറ്റ്സ് വാട്ട്സ് ഹാപ്പനിങ് നൗ. ക്ലിനിക്കൽ ട്രയൽസ് ആർ ഗോയിങ് ഓൺ, ആൻഡ് കറക്റ്റ് മൈക്രോ ഡോസസേ പാടുള്ളൂ. ദെൻ ഇറ്റ് വിൽ റീഎൻജിനിയർ ദ ബ്രെയിൻ. ബട്ട് ഫോർ all the youngsters, കുറേ ചെറുപ്പക്കാർ ഇതൊക്കെ വെച്ച് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നുണ്ട്. സോ അവർക്ക് ഒരു ഗൈഡ് ലൈനും കൂടെ ആയിക്കോട്ടെ, ദാറ്റ് ഡോണ്ട് പ്ലേ വിത്ത് ദിസ്. ആൻഡ് ഫോർ ദോസ് ഹു ഹവ് ഓൾറെഡി ഡൺ ദിസ് ആൻഡ് ആർ കൺഫ്യൂസ്ഡ് വിത്ത് ഓൾ ദ ഇൻഫർമേഷൻ ദേ ഗോട്ട്, കുറേ ഡൗൺലോഡ് കിട്ടും. ഈ ഡൗൺലോഡ് കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ അവർക്ക് നോർമൽ ലൈഫിലേക്ക് തിരിച്ച് വരാനും പറ്റുന്നില്ല, സ്പിരിച്വാലിറ്റിയിലേക്ക് പോകാനുള്ള വഴിയും അറിയില്ല. ദെൻ യു ഗെറ്റ് സ്റ്റക്ക് ഇൻ ദ മൈൻഡ്. And that, according in normal language, in Malayalam I think, and in Sanskrit is called Chitta Brahmam.
ഇവിടെ ഈ പുള്ളിക്കാരി ഒരു കണക്കിന് പറഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യുക തന്നെയാണ് ചെയ്യണത്. ഈ മാജിക് മഷ്റൂം അല്ലെങ്കിൽ മഷ്റൂം എന്ന് പറഞ്ഞ ഈ സംഭവത്തിനെ സപ്പോർട്ട് ചെയ്യുക തന്നെയാണ് ഈ പുള്ളിക്കാരി പറയുന്നത്. കാര്യം ഞാൻ അത് അടിച്ചപ്പോഴത്തേക്കും ഞാൻ ഇത് ഭയങ്കര ഡിവൈൻ ആയിട്ടുള്ള ഒരു സംഭവത്തിനകത്തേക്ക് പോയി. ഇതൊക്കെ സൊസൈറ്റിനകത്ത് ഭയങ്കര രീതിക്കുള്ള നെഗറ്റീവായിട്ടുള്ളൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കും ഈ പുള്ളിക്കാരി ഈ പറയണ കാര്യങ്ങൾ. അതായത് ഇപ്പം ഞാനിപ്പോൾ ഇത് കേൾക്കണതാണ്, ഞാനിപ്പോൾ കേൾക്കുമ്പോഴത്തേക്കും എൻ്റെ മനസ്സിൽ ഈ ലെന എന്ന് പറഞ്ഞ പുള്ളിക്കാരനെ അത്യാവശ്യം ഇൻ്റലിജൻ്റ് ആയിട്ട് അത്യാവശ്യം നോളജൊക്കെ ഉള്ള ഒരാളായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ആ ഒരു പുള്ളിക്കാരി വന്നിട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുമ്പോൾ കൊള്ളാല, എന്നാൽ നമുക്കൊന്ന് അടിച്ചു നോക്കിയാലോ എന്നൊരു മൈൻഡ് എൻ്റെ തലയിൽ വന്നു കഴിഞ്ഞാൽ പോയി. കാര്യം ഈ പുള്ളിക്കാരിക്ക് ചിലപ്പോൾ കറക്റ്റ് ഡോസ് എന്തോരമാണ്, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് എടുക്കേണ്ടത് കാര്യങ്ങളൊക്കെ അറിയായിരിക്കും. ഇത് ഈ സംഭവം ഒന്നും അറിയാത്ത ഒരാൾ ഇത് കേട്ടിട്ട് ഓടിച്ചാടിപ്പോയിട്ട് ഈ സംഭവം എടുത്ത് അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മരിച്ചു പോകാൻ വരെ സാധ്യതയുണ്ട്. ഈ മാജിക് മഷ്റൂം എന്ന് പറയുന്ന സംഭവമൊക്കെ അടിച്ചെടുക്കുക, അതായത് കറക്റ്റ് ആ ഒരു സംഭവത്തിനകത്ത് എടുത്തില്ലെങ്കിൽ മരിച്ചു പോകാൻ വരെ സാധ്യതയുണ്ട് ഈ സംഭവം മാജിക് മഷ്റൂം എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഇത് ഈ പുള്ളിക്കാരി ഇതൊരു നെഗറ്റീവായിട്ടുള്ളൊരു ഇൻഫ്ലുവൻസ് ആണ് ഈ സൊസൈറ്റിനകത്ത് കൊടുക്കണത് ഇതിനകത്ത്. പിന്നെ ഈ പുള്ളിക്കാരി തന്നെ ഇതിനകത്ത് പറയുന്നുണ്ട്. കാര്യം പുള്ളിക്കാരി ഒരു മറ്റേ എന്തുന്നാ, അതായത് പുള്ളിക്കാരി ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. പുള്ളിക്കാരിക്ക് അത് എടുക്കാനായിട്ട് അറിയാവുന്ന കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്നാൽ എത്രത്തോളം പേര് അത് കേൾക്കുമായിരിക്കും. എല്ലാവരും ഈ ഒരു പുള്ളിക്കാരി ഇത് അടിച്ചോ എന്നുള്ള രീതിക്ക് പറയുന്ന പോലെയാണ് എനിക്കത് കേട്ടപ്പോൾ തോന്നിയത്. കാര്യം എല്ലാവരും ഒരുമാതിരി എൻകറേജ് ചെയ്ത് കൊടുക്കുന്നതാണ്, എല്ലാവരും ചെല്ലി അങ്ങനത്തെ ഒരു ഫീലാണ് എനിക്ക് അതിൽ നിന്ന് കിട്ടിയത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ബാക്കി കണ്ടു നോക്കാം. ഞാൻ ആൻറ്റി ആങ്സൈറ്റി ടാബ്ലറ്റ്സ് കഴിക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ 5 വർഷമായിട്ട് ഡിപ്രഷൻ്റെ മരുന്ന് എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ കോമൺ ലാംഗ്വേജ് ആണ്. ആൻഡ് ആ ഡ്രഗ്സ് സൈക്യാട്രിക് ഡ്രഗ്സ് ആണ്. ഡ്രഗ്സ് സേ നോ ടു ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് യു ഷുഡ് നോട്ട് ബി ഹാവിങ് ടു ടേക്ക് സൈക്യാട്രിക് മെഡിക്കേഷൻ. നമ്മുടെ ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ സൈക്യാട്രിക് മെഡിക്കേഷൻ എന്ന് പറയുന്നത് ഹാസ് ബിക്കം കോമൺ പ്ലേസ്. എല്ലാവരും അത് എടുക്കുന്നത് നല്ലതാണെന്നാണ് പറയുന്നത്. അത് ബിഗ് ഫാർമയാണ്. ഇറ്റ്സ് ജസ്റ്റ് ബിഗ് ഫാർമ വിച്ച് ഡസൻ. ഇപ്പം നിങ്ങൾ കൊളസ്ട്രോൾ, BP, ഷുഗർ, സൈക്യാട്രിക് മെഡിസിൻസ്, ഇത് എന്ത് സാധനവും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു കനോട്ട് സ്റ്റോപ്പ് ഇറ്റ്. നിങ്ങളുടെ ഇനി ഇവിടെ നിങ്ങളുടെ എത്ര ആയുസുണ്ടോ അത്രയും കാലം നിങ്ങൾ ആ ബിഗ് ഫാർമയുടെ സ്ഥിരം കസ്റ്റമറാണ്. എല്ലാ മാസം നിങ്ങൾ റിലീജിയസ്ലി പോയി നിങ്ങളുടെ ടാബ്ലറ്റ്സ് വാങ്ങിക്കും. ഒരു ചിന്ത പോലും കൊടുക്കാതെ ദാറ്റ് യു ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് സ്റ്റൈൽ, യു ക്യാൻ ചേഞ്ച് യുവർ ഡയറ്റ്, യു ക്യാൻ സ്റ്റാർട്ട് ഡൂയിങ് എക്സസൈസ് ഓർ ചേഞ്ച് യുവർ ഹീറ്റിംഗ് ഹാബിറ്റ്സ്, സ്ലീപ്പിംഗ് ഹാബിറ്റ്സ്, അല്ലേ? ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് എന്നല്ലേ പറയുന്നത് ഇതിനൊക്കെ. അതുതന്നെയാണ് സൈക്യാട്രിക് ഡിസോർഡേഴ്സ്. ഇപ്പോൾ എല്ലാവർക്കും ലൈഫ് സ്റ്റൈൽ ഡിസോർഡറാണ്. പിന്നെ ഈ പുള്ളിക്കാരി എന്താണ് പറയണത്, നമുക്ക് ഇപ്പം എന്തെങ്കിലും ഒരു അസുഖം തന്നെയാണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ചെന്നിട്ട് ഇപ്പം മാജിക് മഷ്റൂം അല്ലെങ്കിൽ മഷ്റൂം അതേപോലത്തെ എന്തെങ്കിലും സാധനം അടിച്ച് തരണമെന്നാണ് പുള്ളിക്കാരി ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. സത്യമായിട്ട് എനിക്ക് മനസ്സിലായില്ല. ഈ ഹോസ്പിറ്റലിൽ പോയിട്ട് നമുക്ക് എന്തെങ്കിലും, അതായത് ഇത് കേട്ടിട്ടൊന്നും ആരും ഇൻഫ്ലുവൻസ് ആവരുത്. എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ആ ക്ലിനിക്കിലായിട്ടുള്ള ആരെങ്കിലും ബന്ധപ്പെടുക. അല്ലാണ്ട് ഇതേപോലുള്ള ഓരോ സാധനങ്ങളൊക്കെ അടിച്ച് കയറ്റി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം വെറുതെ കുളം തോണ്ടാന്നല്ലാണ്ട് വേറെ അതിനൊന്നും പറയാനില്ല. ഇവരൊക്കെ എന്ത് അർത്ഥത്തിലാണ് ഇങ്ങനെയൊക്കെ പറയണതെന്ന് എനിക്ക് മനസ്സിലാവുള്ള. കാര്യം എന്ത് പ്രശ്നം ഉണ്ടായാലും ഇപ്പം നമ്മൾ ഡ്രഗ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം ഒഴിവാക്കേണ്ടത് ഈ ഡ്രഗാണ്, അതായത് ഇപ്പം മെഡിക്കലായിട്ടുള്ള ഡ്രഗ്സാണ് നമ്മൾ ആദ്യം ഒഴിവാക്കേണ്ടത് എന്നൊക്കെ പറയണത്. ഇതൊരുമാതിരി ഇപ്പോൾ ചില ആയുർവേദ ഡോക്ടർമാരൊക്കെ ഇങ്ങനെ പറയും, അതായത് നമ്മൾ അലോപ്പതി ഒന്നും വേണ്ട, ആയുർവേദം മാത്രം മതി, അല്ലെങ്കിൽ ഹോമിയോ ഡോക്ടർമാരൊക്കെ ചിലർ പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇതേപോലെ മതി. അതേപോലെ ഈ ഒരു വൈദ്യന്മാരൊക്കെ ഉണ്ടല്ലോ, വൈദ്യന്മാർ ഈ ഞങ്ങളുടെ ഇത് മാത്രം മതി, കഴിച്ചാൽ മതി, ബാക്കിയുള്ളവരൊന്നും നോക്കണ്ട എന്നുള്ള രീതിക്ക് പറയുന്ന കുറേ പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അതേപോലത്തെ ഒരു പറച്ചിലായിപ്പോയി ഇവിടെ പറഞ്ഞത്. കാര്യം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതൊന്നും നോക്കണ്ട എന്നുള്ള ഒരു രീതിക്കാണ് പുള്ളിക്കാരി ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ശരിയായിട്ട് എനിക്ക് തോന്നണില്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ബാക്കി കണ്ടു നോക്കാം. So do not take medicines because you are just becoming a slave to the big pharmacy industry. I had to take psychiatric medication. So how did you, because I'm a clinical psychologist. ഇത്രയും വർഷം എടുത്തത് തന്നെ ഡിപ്പെൻഡൻസി കാരണമല്ല. ഐ എം നോട്ട് ഡിപ്പെൻഡന്റ് ഓൺ ദ മെഡിസിൻ. എനിക്കൊരു എന്നെ പിടിച്ച് വലിച്ചു വെച്ചിരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത്. ഇറ്റ്സ് നോട്ട് ലെറ്റിംഗ് മീ ബി മീ. ഞാൻ എൻ്റെ ഒരു സബ്ഡ്യൂഡ് വേർഷനിലാണ് എന്നെ വെക്കുന്നത്. പക്ഷെ ഐ വാസ് ഹാവിങ് ടു ടേക്ക് ഇറ്റ് ബിക്കോസ് മൈ ഫാമിലി ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ വാസ് ടെല്ലിങ് ദം. ഇന്നലെ വരെ സാധാരണ കാര്യങ്ങൾ പറയുന്ന ഇവള് എന്താ ഇങ്ങനെ പറയണേ? എന്തോ കുഴപ്പമുണ്ട്, കുട്ടിക്ക് എന്തോ കുഴപ്പമുണ്ട്, കുട്ടീനെ സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകണം. അപ്പോൾ കുട്ടി ആരാ? ഓൾറെഡി ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ്. 3 വർഷം ഡിഗ്രി BSc സൈക്കോളജി ചെയ്ത് 2 വർഷം PG ക്ലിനിക്കൽ സൈക്കോളജി ചെയ്ത്
അവിടെ ബോംബെയിൽ സൈക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളെ സൈക്കാട്രിസ്റ്റിൻ്റെ മുമ്പിൽ കൊണ്ടിരുത്തിയ അവർക്കൊന്നും പറയാനില്ല. നേരെ ഒരു ട്രാങ്കുലൈസർ ഷോട്ട് അങ്ങോട്ട് തന്ന ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മളെ ഉണരുന്നത്. ഡു നോട്ട് ടേക്ക് മെഡിസിൻസ് എന്നൊക്കെ ഒരു ഇൻ്റർവ്യൂവിനകത്ത് ഇരുന്ന് പറയുമ്പോഴത്തേക്കും അത് എത്രത്തോളം ഈ സൊസൈറ്റീനെ ബാധിക്കും എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഇല്ല ഞാൻ പറഞ്ഞ പുള്ളിക്കാരനോടാണ് പറയുന്നത്, നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. കാര്യം ഇങ്ങനെയൊക്കെ പറഞ്ഞ്, അതായത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾ മെഡിസിൻ എടുക്കാനേ പാടില്ല. എന്നിട്ട് ഈ ഇവിടെ നമ്മുടെ റിപ്പോർട്ടർ കറക്റ്റ് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, അപ്പം നിങ്ങൾ മെഡിസിൻ എടുത്തിരുന്നല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അവരെടുത്ത്, അപ്പോൾ അവരെടുത്തത് അവർ പറയണമെന്ന് പറഞ്ഞാൽ അത് ഞാൻ അതിനകത്ത് പെട്ടുപോയതാണെന്നുള്ള രീതിക്കാണ് പുള്ളിക്കാരി ഇവിടെ പറയുന്നത്. ഇനി അങ്ങനെയല്ല. ഇപ്പം നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി മരുന്ന് മേടിക്കണം, അല്ലെങ്കിൽ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ കാണണം. അല്ലാണ്ട് നമ്മൾ വീട്ടിലിരുന്നാൽ മതി. മറ്റേ മോഹനം വൈദ്യനാണ് ആ പുള്ളിക്കാരനൊക്കെ പറയൂലേ, വീട്ടിലിരുന്നാൽ മതി അണ്ട് ഈ ഒരു ഔഷധം മേടിച്ച് കഴിച്ചാൽ മതി എല്ലാ വിഷയവും മാറും എന്നൊക്കെ വിചാരിച്ചിട്ട് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പണി കിട്ടും. ഇത്രയും പറയാനുള്ളൂ, പണി കിട്ടും. അപ്പോൾ നമുക്കിനി ബാക്കി കണ്ടു നോക്കാം. ദാറ്റ് മൈഗ്രെയിൻ എന്തുകൊണ്ടാണ്, വാട്ട് കോസസ് എ മൈഗ്രെയിൻ എന്ന് ആർക്കും അറിയില്ല. അതിന് മരുന്നുമില്ല. വെറുതെ കംപ്ലീറ്റ് ബ്രെയിനിനെ നമ്മിയെന്നൊരു പെയിൻ കില്ലേഴ്സേ ഉള്ളൂ. ആൻഡ് ദേ വെരി ഡേഞ്ചറസ് ഡ്രഗ്സ്. മൈഗ്രെയിൻ മെഡിസിൻസ് എല്ലാം കിഡ്നിയും ലിവറിനെയും കൊല്ലുന്ന സാധനങ്ങളാണ്. പക്ഷേ ഈ മൈഗ്രെയിൻസ് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് ആർക്കും അറിയില്ല റിയലി. പക്ഷെ ആക്ച്വലി മൈഗ്രെയിൻസ് ആർ ഹാപ്പനിങ് ബിക്കോസ് യുവർ എൻറ്റയർ ബ്രെയിൻ സ്ട്രക്ചർ ഈസ് ചേഞ്ചിങ്. Your left and right hemisphere are trying to balance a new thing. And അത് നമ്മൾ റെസിസ്റ്റ് ചെയ്താൽ ഇറ്റ് കോസസ് എ മൈഗ്രെയിൻ. നമ്മൾ അതിനോട് ഓപ്പൺ ആയ ഓക്കെ വാട്ട് എവർ എന്ന് പറഞ്ഞാൽ ദെൻ ദ മൈഗ്രെയിൻ ഈസസ്. ആൻഡ് ഇറ്റ് എഫക്ട്സ് ഓൾ ദ നമ്മൾ പറഞ്ഞ ഓൾ ദ പ്ലെക്സസ്. യൂഷ്വലി ദ സോളാർ പ്ലെക്സസ് ഓർ ബാക്ക് പ്ലെക്സസ് ഗെറ്റ്സ് എഫക്റ്റഡ് ദ മോസ്റ്റ് ഡ്യൂ ടു എ മൈഗ്രെയിൻ. അതുകൊണ്ടാണ് വെൻ പീപ്പിൾ പ്യൂക്ക് ഔട്ട് ദേ ഫീൽ ബെറ്റർ. Because you are throwing out something that you are not either able to digest or you are throwing out something of the old. But if you throw some old information out which was not working, or pudhiya information kitti, now your ego has to go out if this information has to come in. Appo ego aanu nammal kalayunengil you feel relief. If you are throwing out this new information, you are going to feel very tired and your migraine will last 3 days. If you throw out the ego, your migraine will end within that, just after that. അങ്ങനെ നമുക്കൊരു പുതിയ അറിവ് കിട്ടിയിരിക്കുകയാണ്. മൈഗ്രെയിൻ ഉള്ളത് ഈഗോ ഉള്ളതുകൊണ്ടാണ്. ഈഗോ ഉള്ള ആൾക്കാർക്കാണ് മൈഗ്രെയിൻ വന്നത്. കാര്യം അല്ലാതെ ഇപ്പോൾ നമ്മളിപ്പം ഈഗോ ഒന്നും ഇല്ലാണ്ട്, ഈഗോ എന്ന് പറയുന്ന സാധനം എല്ലാവർക്കും ഉണ്ട്, അത് വലിയ കാര്യം. ഇപ്പോൾ ഈഗോ അധികമൊന്നും ഇല്ലാത്ത ഒരാളാണ്, അയാൾക്ക് മൈഗ്രെയിൻ ഉണ്ടെങ്കിൽ അയാൾക്ക് മൈഗ്രെയിൻ വരില്ല എന്നാണ് ഈ പുള്ളിക്കാരി പറയുന്നത്. കാര്യം നമുക്ക് ഭയങ്കരമായിട്ട് ഈഗോ ഉള്ളപ്പോൾ ഇവിടെ അടുത്ത് മിക്സി ഓൺ ആക്കിയിട്ടുണ്ട്, എല്ലാവരും എന്നോട് ക്ഷമിക്കുക. അപ്പോൾ ഇവിടെ ഈഗോ ഉണ്ടെങ്കിലാണ് മൈഗ്രെയിൻ വന്നത്. അപ്പോൾ ഈ മൈഗ്രെയിൻ്റെ മരുന്നൊക്കെ കഴിക്കുമ്പോൾ സംഭവിക്കണമെന്നാണ് ഈ ഈഗോനെ പുറത്ത് കളയും. അതേപോലെ തന്നെ ആ മരുന്ന് കഴിക്കാൻ പാടില്ലെന്നാണ് ഈ പുള്ളിക്കാരി പറയണത്. അപ്പം മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ്. മരുന്ന് കഴിച്ച് കഴിയുമ്പോൾ കിഡ്നി പോവും, മറ്റേത് പോവും, മറിച്ച് പോകും എന്നൊക്കെയാണ് പറയണത്. എന്തൊക്കെയാണ് ഈ ഒരു നമുക്ക് എന്തെങ്കിലും പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും ജെന്യുവിനിറ്റി ഉണ്ടെന്ന് ആദ്യം ഉറപ്പ് വരുത്താം, എന്നിട്ട് ഈ വക കാര്യങ്ങളൊക്കെ പറയാൻ പാടുള്ളൂ. അല്ലാതെ വെറുതെ ഒരു ക്യാമറ കാണുമ്പോഴത്തേക്കും കണ്ണി കണ്ടതൊക്കെ വായ തോന്നിയത്, അതായത് നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ, നമുക്ക് ശരിയെന്ന് യാതൊരു അടിസ്ഥാനവും ഇല്ലാണ്ട് നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞാൽ അത് ഒരുമാതിരി നെഗറ്റീവായിട്ട് ബാധിക്കും. ഓക്കെ, നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, നിങ്ങളൊരു സെലിബ്രിറ്റി ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ സ്പൈഡർമാൻ്റെ അപ്പൂപ്പൻ പറഞ്ഞ പോലെ ഗ്രേറ്റ് പവർ കംസ് ഫ്രം ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി. അത് നിങ്ങൾ ഒരു പവറിനകത്ത് ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് കുറേ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ എനിക്ക് ഇത്ര തന്നെ ഈ വീഡിയോനകത്ത് പറയാനുള്ളൂ. പിന്നെ ഇവർ ഈ വീഡിയോനകത്ത് ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു സാധനമുണ്ട്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ്. ഇവർ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അല്ല എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഞാൻ കണ്ടായിരുന്നു. അതായത് എന്തോ സൈക്കോളജിസ്റ്റുകളുടെ എന്തോ കൂട്ടായ്മയെന്ന് എന്തോ പറഞ്ഞൊരു സംഭവം. അപ്പോൾ അതും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്ര തന്നെ എനിക്ക് വീഡിയോനകത്ത് പറയാനുള്ളൂ. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.